ഹായ് ഡിയേഴ്സ്, നമ്മുടെ സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സിവിക് കോൺഷ്യസ്നെസ് അഥവാ പൗരബോധം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഹാഫ് ഇയർലി എക്സാമിന് അവസാനമായി 2017 ഈ ഒരു പൗരബോധം സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ എക്സാമുകൾക്കൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ ഇവിടുന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഹൗ ക്യാൻ വി ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്നെസ്? പൗരബോധം എങ്ങനെ വളർത്താം? പൗരബോധം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡെഫിനിഷനിൽ പഠിക്കുന്നതിലപ്പുറത്ത് ഏറ്റവും എളുപ്പമായിട്ട് നമ്മൾ എങ്ങനെ പഠിക്കാൻ പറ്റും? നമ്മുടെ ലൈഫിൽ തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് പൗരബോധമുണ്ടോ എന്നെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് നോക്കാൻ പോലെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിലാകെ കുപ്പിച്ചില്ലുകളൊക്കെ പൊട്ടിച്ചെതറി കിടക്കുന്നു, കുപ്പി ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് മറ്റൊരാളെയും കാലിൽ അത് നടാൻ പാടില്ല എന്ന് വെച്ച് നിങ്ങൾ എന്താക്കുന്നു? അത് മാറ്റി വെക്കുന്നു. അത് പൗരബോധമാണ്, സിവിക് കോൺഷ്യസ്നെസ് ആണ്. നിങ്ങൾ റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ധയായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണ് കാണാത്തൊരു സ്ത്രീ അവിടെ നിൽക്കുന്നു. അവർക്ക് റോഡ് ക്രോസ് ചെയ്യണം. അവരെ കൈപിടിച്ച് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ അവരെ സഹായിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സിവിക് കോൺഷ്യസ്നെസ് ആണ്, പൗരബോധമാണ്. ഇനി പോട്ടെ, നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങളെ കൂട്ടുകാരന് പെന്നില്ല എക്സാം എഴുതാൻ, നിങ്ങളെ കയ്യിൽ ഒരു പെൻ അവന്റെ കയ്യിൽ രണ്ട് പെന്നുകളുടെ ഒന്ന് അവന് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളെ പൗരബോധത്തെയാണ് കാണിക്കുന്നത്, സിവിക് കോൺഷ്യസ്നെസ്. പക്ഷെ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യണം? ആ ഡെഫിനിഷൻ പഠിക്കണം. ആദ്യം നമ്മൾ പൗരബോധം വളർത്തുന്ന ഫോസ്റ്റർ ചെയ്യുന്ന 5 കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തത് ഫാമിലിയാണ്, കുടുംബമാണ് നമ്മുടെ പൗരബോധം വളർത്തുന്നത്. 2 എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണ്. 3 അസോസിയേഷൻ, സംഘടനകളാണ്. 4 മീഡിയ, മാധ്യമങ്ങൾ. 5 ഡെമോക്രാറ്റിക് സിസ്റ്റം അഥവാ ജനാധിപത്യ വ്യവസ്ഥ. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പൗരബോധം വളർത്തുന്നുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. നോക്കിയേ നിങ്ങൾ, അപ്പൊ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയായിരുന്നു നമ്മളോട് ചോദ്യം ചോദിക്കുക: എലൂസിഡേറ്റ് ദ റോൾ ഓഫ് ഫാമിലി ഇൻ ഫോസ്റ്ററിംഗ് സിവിക് കോൺഷ്യസ്നെസ്. പൗരബോധം വളർത്തുന്നതിൽ കുടുംബത്തിന്റെ പങ്ക്. മറ്റൊരിക്കൽ ചോദിച്ച ചോദ്യം എലൂസിഡേറ്റ് ദ റോൾ ഓഫ് ഫാമിലി ഇൻ ഫോസ്റ്ററിംഗ് സിവിക് കോൺഷ്യസ്നെസ്. പൗരബോധം വളർത്തുന്നതിൽ മാധ്യമത്തിന്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പോയിന്റ് ഔട്ട് ദ റോൾ ഓഫ് അസോസിയേഷൻ ഇൻ ഫോസ്റ്ററിംഗ് സിവിക് കോൺഷ്യസ്നെസ്. പൗരബോധം വളർത്തുന്നതിൽ സംഘടനയുടെ പങ്ക് വിശദമാക്കാൻ പറയുന്നുണ്ട്. ദ റോൾ ഓഫ് മീഡിയ ഇൻ ദ ഫോർമേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്നെസ്. ഈ പൗരബോധം വളർത്തുന്നതിൽ എന്താണ് ഈ പറഞ്ഞ മീഡിയ മാധ്യമത്തിന്റെ പങ്ക്, കുടുംബത്തിന്റെ പങ്ക് ചോദിക്കുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് അസോസിയേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം. ചിലപ്പോൾ ഒന്നേ ചോദിക്കുള്ളൂ, ചിലപ്പോൾ 2 ഒരുമിച്ച് ചോദിക്കും. എന്തായാലും ഈ 5 കാര്യങ്ങൾ പൗരബോധം വളർത്താൻ സഹായിക്കുന്ന ഈ 5 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യത്തേത് ഫാമിലിയാണ്. അതിനു മുമ്പ് എന്താണ് പൗരബോധം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സിവിക് കോൺഷ്യസ്നെസ് ഈസ് ദ റെക്കഗ്നിഷൻ ദാറ്റ് ഈച്ച് സിറ്റിസൺ ഈസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ദ ജെന്യൂൻ ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി ആർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സിറ്റിസൺ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ഞാനും നിങ്ങളൊക്കെ ഈ സമൂഹത്തിലെ പൗരന്മാരാണ് അല്ലെ. ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും പൗരന്റെ ഉത്തമ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾ പൗരന്റേതെന്നുമുള്ള തിരിച്ചറിവാണ് പൗരബോധം. ഞാനും നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണെന്നും ഈ സമൂഹത്തിലുള്ള ആളാണെന്നും നമ്മളെ കൂടെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ പരസ്പരം സഹായിക്കണമെന്നൊക്കെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പൗരബോധം വളർത്തുന്നതിൽ ഫാമിലിയെ കുറിച്ച് ചോദിച്ചാൽ ആദ്യം പൗരബോധം എന്താണുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ എഴുതി വെക്കണം, എന്താ ഫാമിലി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോസ്റ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ആളുകൾക്കിടയിൽ ഉത്തരവാദിത്വ ബോധം വളർത്താനും അത് നിലനിർത്താനും കുടുംബം ഒരു നല്ല പങ്ക് വഹിക്കും. നമുക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ കുടുംബമാണ് കാരണമാവുന്നത്. വി ലേൺ ടു റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് എൻഗേജ് ഇൻ സോഷ്യൽ വർക്ക് ഫ്രം ദ പ്രൈമറി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാമിലിയിലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിലെ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്ന്. അതായത് ഒരു നല്ല പൗരനെ വളർത്തുന്നത് കുടുംബമാണ്. ആൻഡ് ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഫ്രം ദ ഫാമിലി ഡെവലപ്പ് സിവിക് കോൺഷ്യസ്നെസ്. കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഒരു നല്ല പൗരനെ വളർത്തുന്നത് എന്നുള്ളതാണ്. അടുത്തത് വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം സിവിക് കോൺഷ്യസ്നെസ്, പൗരബോധം എന്നുള്ള ഡെഫിനിഷൻ എഴുതി വെക്കണം. then എഴുതണം എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്സ് ടു ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്നെസ്, മൂല്യബോധം വളർത്താൻ. ടോളറൻസ്, സഹിഷ്ണുത വളർത്താൻ. ലീഡർഷിപ്പ് ക്വാളിറ്റി, നമുക്ക് നല്ല നേതൃപാഠവും വളർത്താൻ. സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം വളർത്താൻ. ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് വിദ്യാഭ്യാസമാണ്. ഇതൊക്കെ വളർന്നു കിട്ടുമ്പോഴാണ്, ഇതൊക്കെ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു സിറ്റിസൺ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പൗരനാവുന്നത്, സിവിക് കോൺഷ്യസ്നെസ്, പൗരബോധം ഉണ്ടാവുന്നത്.
Through education, science and technology can be effectively utilized in a useful manner to the society. അല്ലെ, വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല വിദ്യാഭ്യാസം കിട്ടിയാലേ നല്ല പൗരന്മാരുണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് ത്രൂ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ വി ക്യാൻ ഇൻസ്റ്റിൽ സിവിക് കോൺഷ്യസ്നസ് എമംഗ് ദ പീപ്പിൾ. നല്ല വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ നല്ല പൗരന്മാരെ വളർത്താൻ നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും നല്ല പൗരന്മാരെ വളർത്താൻ വേണ്ടിയാണ് സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം വളർത്താൻ എഡ്യൂക്കേഷൻ നൽകുന്നു. അടുത്തത് സംഘടന, അസോസിയേഷൻ ആണ് അല്ലെ. നോക്കൂ, നിങ്ങൾ സംഘടനയുടെ ഭാഗമാവുമ്പോൾ there are several political, social, economic and cultural association in our society. നമ്മുടെ സമൂഹത്തിൽ പലതരം രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക കൂട്ടായ്മകൾ, പലതരം അസോസിയേഷൻസ് ഉണ്ട്. അസോസിയേഷൻ many a time equip the individuals to work voluntary with service mind. നമ്മളൊരു സർവീസ് അല്ലെങ്കിൽ ഒരു വോളണ്ടിയർ ആയി മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഭാഗമായി മാറുമ്പോൾ, സ്കൂൾ SPC ആവട്ടെ, NCC ആവട്ടെ, നാട്ടിൽ റെസിഡൻസ് അസോസിയേഷൻ ആവട്ടെ, എന്തോ ആവട്ടെ, നമ്മളൊരു സംഘടനയുടെ ഭാഗമാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, നമ്മൾ സ്വന്തം താല്പര്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്ത് അല്ലെ സഹായിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. സെവറൽ അസോസിയേഷൻസ് ആർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, പ്രകൃതി സംരക്ഷണം, ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശ സംരക്ഷണം, ചാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ചാരിറ്റിക്ക് നമ്മൾ എന്താ പറയാ, ചാരിറ്റിന്റെ മലയാളം ഞാൻ മറന്നുവല്ലോ, എന്തെങ്കിലും ചാരിറ്റിക്ക് നമ്മൾ പറയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അസോസിയേഷന്റെ ഭാഗമാവും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അസോസിയേഷനെ കുറിച്ച്. ഒരു അസോസിയേഷന്റെ ഭാഗമായി മാറുമ്പോൾ നമുക്ക് അസോസിയേഷൻ എന്ത് ചെയ്യുന്നു നമ്മൾ പോലും അറിയാതെ നമുക്കിടയിൽ പൗരബോധം വളർത്തുന്നു. അടുത്തത് മീഡിയ അഥവാ മാധ്യമങ്ങൾ പൗരബോധം വളർത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ യെസ്, ആദ്യം പൗരബോധം എന്താണെന്നുള്ള ഡെഫിനിഷൻ എഴുതി വെക്കാം. മീഡിയ plays an important role in formulation of civic consciousness. പൗരബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, കാരണം നമുക്ക് മീഡിയാസിലൂടെയാണ്, നമുക്ക് രണ്ട് തരം മീഡിയാസ് ഉണ്ട്, സോഷ്യൽ മീഡിയാസ് ഉണ്ട്, പ്രിന്റഡ് മീഡിയാസ് ഉണ്ട് അല്ലെ, ഇലക്ട്രോണിക് മീഡിയാസ് ഉണ്ട്, പ്രിന്റഡ് മീഡിയാസ് ഉണ്ട്. അപ്പൊ അതിൽ പത്രങ്ങളാണ് പ്രിന്റഡ് മീഡിയാസിൽ വരുന്നത്. ഇലക്ട്രോണിക് മീഡിയയിലാണ് നമ്മളെ ഫോണും റേഡിയോയും മറ്റു സാധനങ്ങളും TV ഒക്കെ അതിൽ വരുന്നു അല്ലെ. പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഇൻഫ്ലുവൻസ് സൊസൈറ്റി, നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നമുക്ക് വായനയുടെ ഒക്കെ നല്ല ബോധ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ റീച്ച് മാസസ് ത്രൂ ദ മീഡിയ, എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് മീഡിയാസ് മാധ്യമങ്ങളിലൂടെയാണ്. മീഡിയ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ. എപ്പോഴും മീഡിയ സ്പഷ്ടവും നിഷ്പക്ഷവും സ്വതന്ത്രവുമായിരിക്കണം. അതായത് ഏതെങ്കിലും ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കരുത്, എല്ലാത്തിനും കൃത്യമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.